ഞാൻ അത് സൊല്ലിയാടോ നീ അവളാണെങ്കിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇപ്പൊ പരിപാടി നമ്മളാണ്ട് പോണു. യെസ്, കൊടൈക്കനാലിലേക്ക് പോവാണ്. സമയം 4:30, ലേറ്റായി. 4 മണിക്ക് പോവാണെന്നാ. പുതിയ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിക്കണം. ലഗേജ് കയറ്റണ്ടേ? ഇപ്പൊക്കെ സാധനം അതിൻ്റെ എടുത്ത് വെച്ചേക്കണം. ബസ് ഇതെടുക്കാൻ മറന്നു. പിന്നെ അപ്പൊ ഞാൻ യോൺസിനീറ്റ് എടുക്കാൻ പോവാണ്. കാരണം വൈഫിനെ കുട്ടികളെ എടുക്കാൻ പോവാണ്. ഇടലാള് ഇടലാള് അല്ലേ അതിലാക്കി വെക്കാണ്, ശരിക്കും വെച്ചിട്ടില്ല. അതെന്തൊക്കെയേ എവിടുന്ന് കിട്ടി? എന്താ ഇസ തലയില്? അങ്ങോട്ട് അങ്ങോട്ട് പോ. നിസ്കരിക്കാൻ വേണ്ടി മണ്ണാർക്കാട് എത്തി നിർത്തിയത്. മമ്മി ഭാര്യ ഏനാ ഈ പാസല്ലേ? 1 മണിക്കൂറായി പോയിട്ട്. പിന്നെ പൊള്ളാച്ചി എത്തി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഹോട്ടൽ പാണ്ഡ്യൻ. എന്താണ് ആടി ആടി എങ്ങോട്ടാ വരുന്നു? പൈസ എന്താ ഉണ്ടോ? റയാൻ പോയിരുന്നില്ലേ? എന്താ ഇസജി കാട്ടുന്നു? കഴിയില്ല. തിരിച്ച വെക്കേ, വയലര തിരിച്ച വെക്ക. നിങ്ങൾക്കും പോരാ? എനിക്കും പോയി. എനിക്ക് എത്ര വേണം? എത്ര വേണം? ഇഞ്ചി പൂരി അടിച്ചു മാറ്റില്ലേ? അതായിട്ടില്ല. മസാലക്ക് പകരം എന്താണ്? ചട്ടണി. പൂരി രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ട്? പപ്പടോ? രാവിലെ തന്നെ ഐസ്ക്രീം ഇട്ടുണ്ടല്ലേ? രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിറങ്ങി. ഭക്ഷണം കുഴപ്പമില്ല. പിന്നെ സിലിണ്ടർ ഇല്ലാത്തതുകൊണ്ട് റേറ്റ് കൂടിക്കണം. ഫുഡിനൊക്കെ റേറ്റ് കൂടിക്കണം. പിന്നെ ചായ അല്ല, കഴിഞ്ഞ അങ്ങനെ തന്നെ കയറും. സിലിണ്ടർ ഇല്ലാത്തതുകൊണ്ടല്ലേ. അങ്ങനെ യാത്ര പിന്നെയും തുടരുകയാണ്. ശരിക്കൊരു ടൈം അതാണ് 24 വരെ പറയുന്നത്. അങ്ങനല്ലേ ഈ റെഡ് സിഗ്നൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ പറയാം
അല്ല എപ്പോഴും അതേമാതിരി നിക്കണ അടിച്ചതേമാതിരി. അതിലെടുത്തോ അതിലെടുത്തോ. എന്റെ വർക്ക് ചെയ്യുന്നില്ല ക്യാമറ. പിന്നെ ഞാൻ ഇന്നലെ രണ്ടു വട്ടം വിളിച്ചിരുന്നു. എന്തായി പിന്നെ അറിയാനേ. ഈ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മളെ മൻസൂറിന്റെ അല്ലേ? ഇതൊക്കെ നമ്മളെ ഈ സാധനം നോക്കാം. കണ്ടോ കണ്ടോ അല്ല ഇതാ ഇങ്ങോട്ട് നോക്കി. രണ്ട് സൈഡിലും ഉണ്ട്. ഇവിടെ അവിടെ അത് ഫുൾ ടാങ്ക് ടാക്സി പോരാനുള്ള പേരാവും. 3000 രൂപ അടിച്ച് പോയി പോരാന്ന് തന്നെയാണ്. പോന്നു തന്നെ 3000 രൂപ അടിച്ചിട്ട്. വിട് വിട് വിട്. എന്താണ് ആ വേദനിപ്പിക്കല്ലേ. സാറാവട്ടെ. ഡോക്ടർ അതല്ലേ പറഞ്ഞേ. അന്ന് കാക്കു ടെൻഷനായി. ഫുൾ ടാങ്കായി. 4000 ജസിയെ കാക്കു ടെൻഷൻ ആയിക്കാണ്. അയ്യോ ഫുൾ ടാങ്ക് അയച്ചാ ഒരു 50 ലിറ്റർ പോകുന്നുണ്ട്. 50 ലിറ്ററിന്റെ അപ്പുറം അതിൽ കൊള്ളൂ. അല്ലേ പിന്നെ നമ്മൾ രണ്ടാവട്ടം അടിച്ചാൽ നിക്കണ്ടേ. ഒറ്റ അടിമ നിർത്തുക. ഇത് അങ്ങനെ പറഞ്ഞില്ലേ ഫുൾ ടാങ്ക് ആയിട്ടില്ലേ. ഒരു കന്നാസ് എടുത്ത് കുറച്ച് ബാത്റൂം പോയിട്ട് പോതും പോയി. ഞാൻ മീറ്ററിന്റെ നല്ല രസത്തിൽ പോരല്ലേ. മൂടുപോയി ചായ കുടിക്കാൻ അടലാല് എന്താണ് അങ്ങമുങ്ങ என்ன உன்னோட கையில் என்ன சொல்லடா. പർപ്പിളോ ഇത് വേണ്ട. പർപ്പിളോ ഇതാണ് ഐസോ. ജസിക്കും വേണം ഗംഗമുങ്ങ. അപ്പൊ നമ്മൾ കൊടൈക്കനാലിലേക്ക് കടന്നു. അത് ഞാൻ ചോദിച്ചേ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 15 വയസ്സ് കുറവാണ്.
ഒരു 75-80 വയസ്സായിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് കൊടൈക്കനാൽ കണ്ടു ഗൈസ്. അപ്പൊ ഇമ്മ ആദ്യമായിട്ട് കൊടൈക്കനാൽ പോവാ. അപ്പൊ അവരൊരു ആഗ്രഹം നമ്മൾ സാധിക്കാൻ പോവാണ്. ഇപ്പൊ വലിയ ടൂർ പോണ ആളൊക്കെ കൊടൈക്കനാൽക്ക് ഇതുവരെയായിട്ട് ഉമ്മാരെ കൊണ്ടുപോയിട്ടില്ല. നിങ്ങളെന്താ ഇത്രയും കാലമായിട്ട് കൊടൈക്കനാൽ പോവാത്? പറയ്, നിങ്ങക്ക് പറയ്. എമ്മാക്ക് കൊടുത്ത എമ്മാനോട് ചോദിച്ചാ നിങ്ങളെന്താ പോവാ കൊടൈക്കനാൽ? കൊണ്ടായാലല്ലേ പോകുക. ഇപ്പൊ കൊണ്ടായാലെ പോണ്. വന്നു ലോളി ഇപ്പൊന്നും പറയാൻ വണ്ടി നോക്കുന്നുണ്ട്. നിങ്ങൾ പറയും, നിങ്ങളമ്മ അറിയാത്ത കഥ അറിയും. 2010 പറയും. കേട്ടോ ഓർമ്മയില്ലടാ. അന്ന് എത്ര കൊടൈക്കനാൽക്ക് വന്നോ? ഊട്ടിന്റെ കാര്യം അത് ഊട്ടിക്കാണ്. കുറച്ച് വലുതുണ്ടോ? മലപ്പുറത്ത് ഒരാള് വരുന്നുണ്ട്. ഞാൻ ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്. അതിനാണോ 42 സെന്റിൽ ഗുരുവായൂര്. നോക്കട്ടെ, ഞങ്ങളെ ഇവിടെ റേഞ്ച് ഇല്ല. മേലക്കെത്തട്ടെ. ഞാൻ മറ്റേ ലൊക്കേഷൻ ഏതാ? കൊടൈക്കനാൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഫസ്റ്റത്തെ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. സിൽവർ കാസ്കേഡ് പാർക്കിൻ്റെ അവിടെ എത്തിയിരിക്കണം. വേനൽക്കാലം ആയതുകൊണ്ട് ചെറിയൊരു വെള്ളത്തിന് കുറവുണ്ട്. തിരക്ക് കുറവാണ്ടോ വെക്കേഷനായിട്ടും. എടലാല് എന്താ അവിടെ? എന്താ പൈസ? അപ്പൊ ഇതിന് പർച്ചേസിങ് തുടങ്ങിയോ? അങ്ങനെ പരിപാടി കഴിഞ്ഞ് നമ്മൾ കൊടൈക്കനാൽ ടൗണിലേക്ക് പോവുകയാണ്. എന്താണ് 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 ചിക്ക? അത് ചുക്കാണ്, ചിക്കല്ല ചുക്ക. ചായ, രണ്ടാമത്തെ ചായ. എവിടുക്കാ പൈസ തെറ്റി? പൈസ മതി ചായട്ടില്ല. കാണാം പൂക്കളും ഇതൊക്കെ ഞമ്മ മന്നമന്നൂരിലെത്തി. നമ്മൾ പൂണ്ടിക്ക് പോവായിരുന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് കൂക്കല വരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി.
പിന്നെ നല്ല സ്ഥലം. കാക്കോ 3 റൂം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇല്ല മറ്റു ചെറുക്ക 11,000 വാങ്ങിയത് എസിയും 9,000. യെസ് ഗൈസ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നു. റൂം റെഡി ആയിരിക്കുന്നു. റൂം എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൂണ്ടി പോവില്ലേ അതിൻ്റെ അടുത്ത് ഇതായി കാണുന്നതാണ് നമ്മളെ റിസോർട്ട്. ചെറിയൊരു സ്റ്റെപ്പ് കയറാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി അവിടെ പാർക്ക് ചെയ്തു അതൊക്കെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. യെസ് അതാണ് നമ്മളെ റിസോർട്ട്. തണുപ്പുണ്ട് കേട്ടോ അവിടെ. തണുപ്പ് ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ എടുത്തത്. മറ്റേ ടൗണിൽ തണുപ്പ് കുറവാണ്. ഇതാണ് നമ്മളെ റൂമെന്നുള്ള വ്യൂ. എങ്ങനെയുണ്ട് ഐസ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? യെസ് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ്. ഇതാ അവിടെ ആരാണ്? നമ്മളെ റൂം ഈസ് അലങ്കോൽ. No, this is room. ഒക്കെ വരുന്നതാണ്. വ്യൂ അടിപൊളിയായില്ലേ? തണുപ്പല്ലേ? വെള്ളം ഇല്ലാണ് പക്ഷെ. മിച്ചറോ എന്നാ കജ്ജിപ്പൊടി മിച്ചർ വേണമെങ്കിൽ ബിരിയാണി, മന്തി, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്. എന്താ ഹോട്ടലിന്റെ പേര്? എന്തോ പേരിട്ടു. യൂന ഹോട്ടൽ യൂന. ഹോട്ടൽ തക്കാളി. പിന്നെ എന്താ ഹോട്ടൽ തക്കാളി ബർഗറിന് എത്ര? എനിക്കൊരു ബ്രൂ കോഫി ആയിട്ടിക്കാം. എനിക്കൊരു ക്യാപ്പിച്ചീനോ വിത്തൗട്ട് ഷുഗർ. ക്യാപ്പിച്ചാനിന് എത്ര റേറ്റ്? 120 റുപ്യ. വേണോ രണ്ടെണ്ണം? ഒന്നിന് 100 റുപ്യ. ക്യാപ്പിച്ചിനോ 300 റുപ്യ. എനിക്കൊരു ലോഡർ പ്രൈസും ഒരു ക്യാപ്പിച്ചീനോ. ഒരു ലോഡർ പ്രൈസ് ഒരു ക്യാപ്പിച്ചീനോ. ഞാൻ ഓർഡർ പ്രൈസ് പറയാം. ഞാൻ അടിയിന്ന് സാധനങ്ങൾ എടുക്കാണ്ട് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ പിസ്സ വേണോ? പിസ്സ വേണ്ട. ഷുഗർ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് വരാം. ബൈ. എന്ത് പെറുക്കാനാ വയ്ക്കുന്നത്? ചോക്ലേറ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ സംസാരിക്കട്ടോ. ഇവിടെ മറ്റുള്ള ഗസ്റ്റുകളൊക്കെ ഉണ്ട്. എത്ര രൂപയുടെ സെയിൽ നടന്നു? എത്ര രൂപ കിട്ടി? എത്ര രൂപ കിട്ടി? ഐശോ എത്ര രൂപ കിട്ടി? തണുപ്പുണ്ട് അല്ലേ? 1,00,000 കിട്ടും. ഞാൻ കൊറേ നേരമായി കട തുറന്നു. 1,00,000. സൺസെറ്റ് ഒക്കെ. ഓ വാട്ട് എ വ്യൂ. കോഫി വാങ്ങില്ലമ്മ. അവളോ അഴക്
ഞാൻ അത് സൊല്ലിയാണോ നീ അവളാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും പബ്ലോ. കൊടുക്ക് റയാന് ആദിക്കന്ന് എന്ത് കളർ കുട്ടികളുണ്ടാവും ഇവിടെ? ആ, വെള്ള കുട്ടികളും കറുത്ത പെണ്ണുങ്ങളും. എനിക്ക് പ്രശ്നമുണ്ടോ? വെളുത്തത് ഇതല്ലേ കറുത്ത ശ്രദ്ധിക്കട്ടെ, ഇവിടേക്ക് ശ്രദ്ധിക്ക്. ഇപ്പൊ നമ്മളെ റിസോർട്ടിന്റെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കൊടൈക്കനാൽ ടൗണിലേറെ തണുപ്പ് ഈ ഭാഗത്താണ്, പൂമ്പാറ ഈ ഭാഗത്ത്. ആ ലോഡ്ജാണെന്ന് തന്നെ ഉള്ളു. ഇവിടെ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഹോട്ടൽ കോവൽ ക്രൗൺ. നല്ല വ്യൂ ആയില്ലേ, തണുപ്പും. യെസ്, തണുപ്പിട്ടോ. ഞാൻ ഇത്ര തണുപ്പൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മളെ റിസോർട്ടിന് ആകെ ഒരു പ്രശ്നം, നടന്ന് 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 പോ കഴിഞ്ഞോ. കുറച്ച് നടക്കണ്ടേ, വേറൊരു പ്രശ്നമല്ല. ഒന്നാമത് തണുപ്പും കൂടി ആയിട്ട്. ന്യൂഡിൽസ് എവിടെ? പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കന്, പിന്നെ പനീർ മസാല, ചപ്പാത്തി, പൊറോട്ട. ടേസ്റ്റ് ഉണ്ടോ? ഞാനുണ്ട്. ഫ്രൈഡ് റൈസ് അതിനുണ്ട് അല്ലേ? ഫ്രൈഡ് റൈസിൽ എന്തായാലും ചിക്കൻ ഉണ്ട്, പിന്നെ വെറുതെ ചിക്കൻ ചില്ലി വെച്ചിട്ടുണ്ടോ? അതിനുണ്ട്. എന്താ വേണ്ട? ചിക്കൻ കറിയാ? അങ്ങനെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ നേരത്തെ വെച്ച കറി. പനീർ മതിയോ? പനീർ മസാല മതി. നല്ല അറിയാ ചിക്കൻ. സംഭവം ടേസ്റ്റ്. എന്താ എന്താ കാക്കോ കോച്ചു പിടിച്ചു? ഞാനെടുത്ത് തണുപ്പുണ്ടാ? നല്ല തണുപ്പാണ്. തണുത്തിട്ട് ഇരിക്കാൻ കഴിച്ചണില്ല. നമ്മക്ക് എന്ത് തണുപ്പ്. ഇതെന്താ വെള്ളാട്ട് പോക്ക്? മറ്റേ അച്ചായന്റെ യെസ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഡാഡി നേരത്തെ ആടെന്ന് പറയാം. ഡാഡി ഇവിടെ ഉണ്ട്, ഡാഡി മമ്മി ഇവിടെ, ജെസ്സി യൂനിസും ഉണ്ട്.